ഹലോ എവ്രി വൺ. UK റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. UK റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ പറയുമ്പോൾ സ്റ്റഡി അബ്രോഡിൻ്റെ നമ്മൾ കോഴ്സുകളെ കുറിച്ചിട്ടും യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചിട്ടും അല്ലാതെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എന്നാൽ ഹൈലി ഡിമാൻഡിങ് ആയിട്ട് എല്ലാവരുടെയും മേജർ കൺസേൺ ആയിട്ടുള്ള UK അറ്റ് പ്രസൻറ്റ്, അതായത് 2025 ഹൈ ഡിമാൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള പാർട്ട് ടൈം ജോബ്സിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത് പല ജോബ് പോർട്ടൽസിലും അതുപോലെ തന്നെ പല രീതിയിലുള്ള അവിടെ ഓൾറെഡി എത്തിയിട്ട് 5 to 6 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള പിള്ളേരുടെ എക്സ്പീരിയൻസ് ഒന്നും റികളക്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ജസ്റ്റ് ഒരു മേജർ ആയിട്ടുള്ള ഫാക്ടർ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് മനസ്സിൽ വിചാരിക്കേണ്ടത് UK ഒരു ഡൾ മാർക്കറ്റ് ആണ്, അല്ലെങ്കിൽ എബ്രോഡ് സ്റ്റുഡൻസിന് പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും സ്കോപ്പ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ഇല്ലാത്തൊരു കൺട്രി ആണ് എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂ നിന്നല്ല ഈ വീഡിയോ മൊത്തം ഉള്ളത്. പാർട്ട് ടൈം ജോബുകളിൽ എല്ലാ ലിസ്റ്റുകളിലും വെച്ച് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലൊരു ടൈലേർഡ് ആയിട്ടുള്ള റെസ്യൂമേ ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ UK പോലത്തെ ഒരു കൺട്രിയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എത്തിക്കഴിഞ്ഞ വഴി സഡനായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻസ് ഇടേണ്ടതായിട്ട് വരും. ഇറ്റ്സ് നോട്ട് ബിക്കോസ് നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടണം എന്നുള്ളതുകൊണ്ടല്ല, കാരണം ഒരുപാട് ഓപ്പണിങ്സ് മേ ബി സെപ്റ്റംബർ ഇൻടേക്കിൽ പോകുന്ന ഒരു കുട്ടി ലേറ്റ് ആയിട്ടാണ് അവിടേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഡെഫിനറ്റ്ലി ലേറ്റ് ആയിട്ട് ചെല്ലുമ്പോഴേക്കും ഒരുപാട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് മുന്നേ പോയവർ ജോബ് ആപ്ലിക്കേഷൻ വെച്ചിട്ടും CVs ഇട്ടിട്ടൊക്കെ പെട്ടെന്ന് ഹയർഡ് ആയിട്ട് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കുക, നിങ്ങൾ പോകുന്ന ഏത് ഇൻ്റർനാഷണൽ സ്പേസ് ആണെങ്കിലും ജസ്റ്റ് ലൈക്ക് ഇന്ത്യ ഹൈലി കോമ്പറ്റേറ്റീവ് ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല അത്യാവശ്യം ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള 3-4 ജോബ് കാറ്റഗറിക്ക് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റെസ്യൂമേകൾ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സെക്യൂർഡ് ആയിട്ട് ഫീൽ ചെയ്യും. കാരണം ഞാൻ ഇത് പേഴ്സണലി ഉണ്ടാക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ എനിക്കതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ അവിടെ പോയിട്ട് പലയിടത്തുനിന്നും മനസ്സിലാക്കി ഒരു റെസ്യൂമേ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, അതായത് റെസ്യൂമേ മാർക്കറ്റിൽ പോലും നമുക്ക് കുറേ കാറ്റഗറീസ് ഉണ്ട്, ടെംപ്ലേറ്റ് ഉള്ളതുണ്ട്, ഇല്ലാത്തതുണ്ട്. പക്ഷേ ഹൈ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ വേർഷൻ ആയിട്ടുള്ള ഒരു കാര്യം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഇല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് പോകും. അപ്പോൾ ആ പാനിക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഏത് കൺട്രിക്ക് പോകുവാണെങ്കിൽ നമ്മുടെ കയ്യിലൊരു പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള പാർട്ട് ടൈം ജോബുകൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള റെസ്യൂമേസ് വേണം, വിച്ച് ഐ വിൽ ഡിസ്കസ് ഇൻ ദ ലേറ്റർ വീഡിയോ. ഇനി വരുന്ന ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്യാം പാർട്ട് ടൈം ജോബുകൾ ഹൈ ഡിമാൻഡിൽ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് റീറ്റെയിൽ അസിസ്റ്റന്റ് എന്നുള്ളൊരു ജോബാണ്. അതൊരു ജോബ് നമ്പർ 5 കാറ്റഗറി. ഇപ്പോൾ നിങ്ങൾക്ക് 5 ജോബിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ വൺ ഓഫ് ദ ഡിമാൻഡിങ് ആയിട്ടുള്ള ജോബാണ് റീറ്റെയിൽ അസിസ്റ്റന്റ്. അതിൻ്റെ പേ ഔട്ട് എന്ന് പറയുന്നത് ഏകദേശം 9.50 തൊട്ടിട്ട് $11 per hour ആണ് വരുന്നത്, വിച്ച് ഇസ് ആക്ച്വലി പ്രെറ്റി ഡീസൻറ്റ് ഫോർ എൻ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ്. എസ്പെഷ്യലി ഫസ്റ്റ് കയറുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഫീസിബിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കൂടിയായിരിക്കും. പിന്നെ അത് മാത്രമല്ല, എനിക്ക് പേഴ്സണലി റെസ്യൂമേ പ്രിപ്പറേഷൻ്റെ സമയത്ത് എൻക്വയറി വരാറുള്ള ജോബുകളിൽ ഒന്നാണ് റീറ്റെയിൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, അത് എവിടേക്കാണ് അതിൻ്റെ വർക്ക് സ്പേസ് വരുന്നത്, അതായത് എവിടേക്കാണ് അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, അതും കുറച്ച് സ്ഥലങ്ങളുണ്ട്. ലൈക്ക് ടെസ്കോ, സെയിൻസ്ബെറീസ് പോലത്തെ സ്റ്റോറുകളിലാണ് റീറ്റെയിൽ അസിസ്റ്റൻറ്റിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് വരുന്നത്. അപ്പം നമ്മൾ ആ ഒരു ഏരിയാസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് റെസ്യൂമേസ് പ്രിപ്പയർ ചെയ്യാനും ഡ്രോപ്പ് ഇൻ ചെയ്യാനും വേണ്ടി നോക്കുക. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള റെസ്യൂമേസ്, റീറ്റെയിൽ അസിസ്റ്റൻറ്റ് ജോബിന് വേണ്ടി നമ്മൾ നോക്കുന്ന റെസ്യൂമേസ് എങ്ങനെയാണ് ഡ്രോപ്പ് ചെയ്യേണ്ടത്, അതിന് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ടോ? ഫസ്റ്റ് ഇൻഡീഡ്, പിന്നെ സെക്കൻഡ് ടോട്ടൽ ജോബ്സ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉണ്ട്. പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് വോക്കിൻ ആണ്. വോക്കിൻ നിങ്ങൾ പറയുന്ന പോലെ നമുക്കൊരു സ്റ്റോർ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ റെസ്യൂമേ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അവിടെ പോയിട്ട് ഡ്രോപ്പ് ഇൻ ചെയ്യുക. ഡ്രോപ്പ് യുവർ റെസ്യൂമേ ബോക്സ് മിക്ക സ്ഥലങ്ങളിലും ഉണ്ടാവും. പക്ഷേ നിങ്ങൾ അവിടെ ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡ്രോപ്പ് ഇൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അവിടെ ഏതെങ്കിലും സ്റ്റാഫ് ഫ്രണ്ടിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തും കൂടെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി നോക്കുക. അതൊരു മേജർ ടെയിലാണ്. കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ടുള്ളൊരു കീ ആണ്. കാരണം നമ്മൾ സ്മാർട്ട് എനഫാണ്, ഗുഡ് എനഫാണ്, വി ആർ റിയലി ഈഗർ ടു പെർസ്യൂ ദിസ് ജോബ് എന്നുള്ളൊരു നോഷൻ അവിടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു സ്റ്റാഫിന് കിട്ടുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു പോസിറ്റീവ് സൈൻ ആയിരിക്കും. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് വെയിറ്റർ അല്ലെങ്കിൽ വെയിട്രസ് അല്ലെങ്കിൽ ബാരിസ്റ്റ എന്നുള്ള ജോബ് കാറ്റഗറിയാണ്. അത് ആസ് യു ഓൾവേസ് നോ കഫേസിലും റെസ്റ്റോറൻറ്റ്സിലും ഭയങ്കര റണ്ണിങ് ആയിട്ടുള്ള ജോബാണ്. അതിന് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഹൈലി ഇൻ ഡിമാൻഡാണ്. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ബിഗ് സിറ്റീസിലാണ് നമ്മൾ പഠിക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മുടെ അവിടെ അത്യാവശ്യം ബിഗ് ഷോട്ട്സ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സും അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും മനസ്സിൽ വെക്കുക അവിടെ ആക്റ്റീവ്ലി റിക്രൂട്ട്മെൻറ്റ് ഉണ്ടാവും. അതായത് ഒരു സമയത്ത് നമ്മൾ റെസ്യൂമേ ഇട്ടത് കൊണ്ട് നമുക്ക് കോൾ വന്നില്ല അല്ലെങ്കിൽ വിളി വന്നില്ല എന്നുള്ളതല്ല, കണ്ടിന്യൂസ്ലി നമ്മൾ റെസ്യൂമേസ് ഡ്രോപ്പ് ചെയ്യാൻ നോക്കുക. കാരണം ഇറ്റ്സ് ഓൾവേസ് ഡിപ്പെൻഡിങ് ഓൺ സീസൺ, അതുപോലെ തന്നെ അവിടുത്തെ ഒരു റഷിനനുസരിച്ചിട്ടാണ്. അപ്പോൾ വെയിറ്റർ, വെയിട്രസ്, ബാരിസ്റ്റ എന്നുള്ള ജോബിന് ആർലി പേ വരുന്നത്
$10 to $12 per hour ആണ്. പിന്നെ അത് മാത്രമല്ല, അങ്ങനത്തെ അത്യാവശ്യം നല്ല ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് നമ്മൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കഫേസ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നമ്മൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് അതിൻ്റെ കൂടെ ടിപ്സും കിട്ടും. അപ്പോൾ ഇത് എപ്പോഴും മൈൻഡിൽ വെക്കുക. പക്ഷേ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇവിടുത്തെ ഒരു ഓൺഗോയിങ് റിക്രൂട്ട്മെൻറ്റ് ഭയങ്കര ആക്റ്റീവായിരിക്കും. എപ്പോഴും ബിസി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് എപ്പോഴും റെസ്യൂമേഴ്സ് കണ്ടിന്യൂസ്ലി ഡ്രോപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വരും. പിന്നെ അതിനുശേഷം നമ്മൾ ഇൻ പേഴ്സൺ നമ്മൾ പോയിട്ട് അന്വേഷിക്കുന്ന സമയത്താണ് റെസ്റ്റോറൻറ്റ്സിലും കഫേസിലൊക്കെ ജോബ് കിട്ടാൻ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളതാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്. ബട്ട് caterer.com പോലത്തെ വെബ്സൈറ്റ്സും അവൈലബിൾ ആണ്. അവിടെ നിങ്ങൾ നിങ്ങളുടെ റെസ്യൂമേഴ്സ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ടും കൂടെ എടുക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഷിഫ്റ്റുകൾ ഉണ്ടാവും. അതായത് ഡേ ആൻഡ് നൈറ്റ് ഷിഫ്റ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിനനുസരിച്ചിട്ട് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി നോക്കുക. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ സജഷനാണ് ഫ്രം ദ എക്സ്പീരിയൻസസ് ഓഫ് ദ വൺസ് വി ആർ ഇൻ കോൺടാക്ട് വിത്ത്, ഒരിക്കലും നമ്മൾ ആദ്യം നമുക്ക് ഷിഫ്റ്റ് എനഫായിട്ടില്ല എന്ന് പറയരുത്. പിന്നെ അതിനുശേഷം ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ആയതുകൊണ്ട് ബിസി ഡേയ്സിൽ നിങ്ങളോട് വർക്ക് ചെയ്യാൻ വേണ്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഹോളിഡേയ്സിലും വീക്കെൻഡ്സിലും വെക്കേഷൻസിലും വർക്ക് ചെയ്യാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഡു ടേക്ക് അപ്പ് ദാറ്റ് ജോബ്. കാരണം നമുക്ക് ഗ്രേറ്റ് ആയിട്ടുള്ള ഗസ്റ്റുകൾ വരുന്ന സമയത്ത് നല്ല രീതിക്കുള്ള ടിപ്സും അതുപോലെ തന്നെ വേറെ ഓപ്പർച്യൂണിറ്റീസും വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല, ലേറ്റ് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാവും എന്നുള്ളതും കൂടെ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇറ്റ്സ് വെരി എസെൻഷ്യൽ ടു അണ്ടർസ്റ്റാൻഡ് നിങ്ങളുടെ സ്റ്റഡീസും ഇതും ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ. ഞാനിതൊന്നും വിട്ടുപോകരുത് എന്നുള്ളതുകൊണ്ട് കറക്റ്റായിട്ട് നോട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. അതാണ് ഒരു ഡിലേ വരുന്നത്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് വരുന്ന ഒരു ജോബ് പൊസിഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയിലുള്ള ജോബ് പൊസിഷനാണ്. അതായത് നമ്മൾ ഫേസ്റ്റായിട്ട് മനസ്സിലാക്കേണ്ടത്, യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലും ഈ പറയുന്ന പോലെ ജോബ് പൊസിഷൻസും കാറ്റഗറീസ് ഉണ്ട്. യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ജോബുകൾ എന്ന് പറയും. അതിൽ ലൈബ്രറി അസിസ്റ്റൻസ് വരാം, സ്റ്റുഡൻറ്റ് അംബാസഡേഴ്സ് വരാം. നമ്മുടെ പ്രൊഫൈലിൽ ഈ ഒരു ജോബ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിമാൻഡിങ് ആയിരിക്കും. അതായത് നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നു, നമുക്ക് യൂണിവേഴ്സിറ്റി തന്നെ ഈ പറയുന്ന പോലെ തന്നെ ലൈബ്രറി അസിസ്റ്റൻ്റ് ആയിട്ടോ സ്റ്റുഡൻറ്റ് അംബാസഡറായിട്ടോ ജോലി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേ ഔട്ട് ഭയങ്കര കൂടുതലാണ്. സെക്കൻഡ് തിങ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കുട്ടി സ്റ്റുഡൻറ്റ് അംബാസഡറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് തുടരെ പിന്നെ നല്ല ജോബുകൾ കിട്ടാനും പ്രൊഫസേഴ്സായിട്ട് കോൺടാക്റ്റിൽ വരാനും ഹയർ അതോറിറ്റീസായിട്ട് കോൺടാക്റ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെ എന്തെങ്കിലും ഒരു ഹയറിങ് കാണുകയാണെങ്കിൽ നിങ്ങളതിൽ ഭയങ്കര ഇൻ്റലിജൻ്റ് ആവാൻ നോക്കുക. അപ്പോൾ $11 to $13 per hour ആണ് അതിൻ്റെ ഏകദേശം ഒരു പേ ഔട്ട് വരുന്നത്. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ള പ്രിവിലേജ് ഉണ്ട്. അപ്പോൾ കൂടുതൽ പ്രൊഫസേഴ്സായിട്ട് നെറ്റ്വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അത് മാത്രമല്ല, യൂണിവേഴ്സിറ്റി തന്നെ ജോബ് പോർട്ടൽസ് ഉണ്ടാവും. പിന്നെ അതിൻ്റെ കരിയർ സപ്പോർട്ട് ഓഫീസസ് ഉണ്ടാവും, യൂണിവേഴ്സിറ്റി തന്നെ അവൈലബിൾ ആയിരിക്കും. പിന്നെ സ്റ്റുഡൻറ്റ് യൂണിയൻസ് ഉണ്ടാവും. ഈ സ്റ്റുഡൻറ്റ് യൂണിയൻസൊക്കെ ആയിരിക്കും ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ റിക്രൂട്ട്മെൻറ്റിനൊക്കെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഇങ്ങനെ സ്റ്റുഡൻറ്റ് അംബാസഡർ, ലൈബ്രറി അസിസ്റ്റൻറ്റ് പോലത്തെ ജോബ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിവിക്ക് അത് ഭയങ്കര നല്ലതായിരിക്കും. പക്ഷേ ഈ ജോബുകൾക്ക് ആളുകളുടെ ഡിമാൻഡ് ഭയങ്കര കൂടുതലായിരിക്കും. ഈസിലി ആളുകൾ റിക്രൂട്ട് ചെയ്യപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഓൾവേസ് കീപ്പ് ഓൺ എ വാച്ച്, എവിടേക്കാണ് വേക്കൻസീസ് വരുന്നത്, ലൈബ്രറി അസിസ്റ്റൻ്റ് ആയിട്ടും സ്റ്റുഡൻറ്റ് അംബാസഡർ ആയിട്ടും. കാരണം ഈസിലി ഫില്ലപ്പായി പോകുന്ന ജോബാണെങ്കിൽ പോലും അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ കുറച്ചും കൂടെ പ്രൊഫൈൽ ബിൽഡപ്പ് ആവും. കാരണം നമുക്ക് അങ്ങനെ കിട്ടി വന്നിട്ടുള്ള പിള്ളേർ പിന്നീട് ഹയർ ആയിട്ടുള്ള പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി റെസ്യൂംസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ആ ഡിഫറൻസ് ശരിക്കും മനസ്സിലാവാറുണ്ട്. ദേ ആർ നോട്ട് ഗോയിങ് ഫോർ എനി അതർ ജോബ്. യൂണിവേഴ്സിറ്റി ജോബ് കിട്ടിയ ആൾക്കാർ ദേ ആർ സർവൈവിങ് ഗ്രേറ്റ്ലി വിത്ത് ദാറ്റ് ജോബ്. ഭയങ്കര ഹാപ്പിലിയാണ് സർവൈവ് ചെയ്യുന്നത്. നെക്സ്റ്റ് 2 ജോബുകൾ പറയുന്നത് അല്ലെങ്കിൽ കാറ്റഗറീസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ട്യൂട്ടറിങ് അല്ലെങ്കിൽ ഫ്രീലാൻസിങ് വർക്കുകളാണ്. അപ്പോൾ ആദ്യത്തെ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ആണെങ്കിലും രണ്ടാമത്തെ ട്യൂട്ടറിങ് ആണെങ്കിൽ പോലും അതിൽ നമ്മുടെ സ്കിൽസ് ഭയങ്കര റെലവൻ്റ് ആണ്. നമ്മൾ എത്രത്തോളം സ്കിൽഫുൾ ആയിരിക്കുന്നു, നമ്മൾ എത്രത്തോളം ടാലൻറ്റഡ് ആയിരിക്കുന്നു, അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസും പേ ഔട്ടുകളും ഉണ്ടാവുക. കാരണം റെഫറൻസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അതിലെ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നമ്മുടെ ലാംഗ്വേജ് സ്കില്ല്, നമ്മൾ എങ്ങനെയാണ് ഓരോ സിറ്റുവേഷൻസ് ഡീൽ ചെയ്യുന്നത്, നമ്മുടെ ക്രൈസിസിനെ ഡീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി, അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. കാരണം ഇതെല്ലാം അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ, റെസ്യൂമേഴ്സ് കൊടുക്കുന്ന സമയത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂ ചെയ്തെടുക്കുന്ന ജോബ് പൊസിഷൻസ് ആണ്. അതുപോലെ തന്നെയാണ് ട്യൂട്ടറിങ്ങും അതുപോലെ തന്നെ ഫ്രീലാൻസ് വർക്കുകളും. ഇഫ് ഐ എം കറക്റ്റ്, ഫിവർ പോലത്തെ ആപ്പുകളുണ്ട്. ഫിവർ പോലത്തെ ആപ്പുകളിൽ രജിസ്റ്റർ ചെയ്ത് നമ്മൾ വർക്കുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേ ഔട്ട്സും കുറച്ച് കൺസിഡറബിളി ഹൈ ആണ്. അതിൽ വേറെ തന്നെ ഒരു കാറ്റഗറി ആയിട്ടുള്ള ട്യൂട്ടറിങ് ആണെങ്കിൽ പോലും അത് ബ്രില്യൻ്റ് ആയിട്ട് ട്യൂട്ടർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ പേ ഔട്ടും ടോട്ടലി ഡിപ്പെൻഡിങ് ഓൺ ഹൗ മച്ച് ഹി അല്ലെങ്കിൽ ഷീ ഇസ് പെർഫോമിങ് ഇൻ ദ പ്ലാറ്റ്ഫോം എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ജോബുകൾ UK ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള ജോബുകളാണ്.
ആസ് ബൈ 2025. കാരണം UK എന്നുള്ളൊരു എഡ്യൂക്കേഷൻ മാർക്കറ്റിന് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സിംഗ്, ഹെൽത്ത് കെയർ, ഓക്യുപ്പേഷണൽ സേഫ്റ്റി കൈൻഡ് ഓഫ് പ്രോഗ്രാംസ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പ്രോഗ്രാമിനും പോകുന്ന ആൾക്കാർ ഭയങ്കര തോട്ട്ഫുള്ളാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഓരോ വർഷം കൂടുന്തോറും, അതായത് എല്ലാ സിംഗിൾ ഇയറും ഡിഫറൻസ് ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ 2-3 വർഷം കൂടുന്തോറും ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട് ജോബ് മാർക്കറ്റിലും. അതുപോലെ തന്നെ എങ്ങനെയാണ് ജോബുകൾ ഇരിക്കുന്നത്, ഏതൊക്കെ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആ നോളജ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് 2025 എഡിഷൻ എന്നുള്ള രീതിയിൽ പേരിട്ടത്. കാരണം 2026 വെൻ ഐ എം കമ്മിങ് വിത്ത് ദ സെയിം ടോപ്പിക് ചിലപ്പോൾ ഈ ജോബുകൾ ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പിന്നെ നമുക്ക് ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത് എന്താ വെച്ചാൽ UK പോലത്തെ കൺട്രികളിലേക്ക് ഇവിടുന്ന് പോകുന്ന കുട്ടികൾ 5-6 റെസ്യൂംസിനോ 3 റെസ്യൂമുകൾക്ക് വരാറുണ്ട്. അപ്പോൾ ആ സമയത്ത് അവിടെ എത്തിയിട്ടുള്ള ആളുകളുണ്ട്, പ്രൊഫഷണൽ റെസ്യൂമിന് വരുന്ന ആളുകളുണ്ട്. അവരുമായിട്ടുള്ള കോൺവെർസേഷനിൽ നമുക്ക് ഏകദേശം ആ ഒരു ജോബ് മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവും. അതുപോലെ തന്നെ അവിടുത്തെ എഡ്യൂക്കേഷൻ മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള ഐഡിയ ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോൻ്റെ ഒരു ടെയിൽ എൻഡ് പോലെ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബുകളുടെയോ ഫുൾ ടൈം ജോബുകളുടെയോ റെസ്യൂമേസിനോ CVസിനോ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന നമ്പറിൽ എന്തായാലും മെസ്സേജ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതേപോലെ തന്നെ UKയിൽ ഈ പറയുന്ന പോലെ നിങ്ങളുടെ പ്രിഫേർഡ് ആയിട്ടുള്ള നിങ്ങളുടെ പ്രൊഫൈലിനനുസരിച്ചിട്ടുള്ള കോഴ്സിനും യൂണിവേഴ്സിറ്റിക്കും, നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിക്കും തെറ്റില്ലാത്ത രീതിയിലുള്ള ലൊക്കേഷൻ ഐഡിയയ്ക്കും ആയിട്ട് അഡ്മിഷന് വേണ്ടിയും വിസ പ്രോസസ്സുകൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ബയോഡാറ്റ എല്ലാം കറക്റ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫോമും കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ 2 കാര്യങ്ങളും വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യണം. ആൻഡ് ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഈ ജോബുകളെ കുറിച്ച് വരികയാണെങ്കിൽ ഒന്നെങ്കിൽ എൻ്റെ പ്രൊഫൈലിലുള്ള മെയിൽ ID ഓർ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ആയിട്ട് ഇട്ടാൽ മതി. ഐ വിൽ ഗിവ് എ റിപ്ലൈ ടു ഇറ്റ് അക്കോർഡിംഗ് ടു ദ ടൈം. താങ്ക് യു.